മനസ്സ് സാവകാശം മാറി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയും ഞാനും മകനും കൂടി ഇവിടെ വന്നു. പിന്നീട് 2018 ഡിസംബർ 28 ഞാൻ തന്നെ വന്ന് ഉടമ്പടി വെച്ചു. ആ ഉടമ്പടിയിൽ 6 കാര്യങ്ങളാണ് ഞാൻ എഴുതി വച്ചിരുന്നത്. തീർച്ചയായിട്ടും അതിലെ 3 കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു എന്നുള്ളത് വലിയ അനുഗ്രഹമായി കരുതി. ഞാൻ അതേപ്പറ്റി പറയാം. അതുകൂടാതെ അതിൽ രേഖപ്പെടുത്താതിരുന്ന 2 കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ലഭിക്കുകയും ചെയ്തു. ഞാൻ ഇത് ഉടമ്പടിക്ക് ശേഷം ബൈബിൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു വാക്യം അതിനകത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലെ മിസ്റ്റർ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ സംശയമനസ്കനും എല്ലായ്പ്പോഴും നമ്മുടെ ചഞ്ചല ഹൃദയസ്ഥനുമായ ഒരുത്തനെ ഒരു കാലത്തും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്ന് കരുതേണ്ടതില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, എനിക്ക് കൃപയിലേക്ക് ഞാൻ കടന്നു വരണമെങ്കിൽ എൻ്റെ ഈ ചാഞ്ചല്യം, എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥയിൽ ഞാൻ മാറിയേ പറ്റൂ എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം എന്നിലേക്ക് സാവകാശം കടന്നു വരികയാണ്. ഞങ്ങൾ പിന്നീട് കൃത്യമായിട്ടും അവളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്, ഞങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ഈ കൃപാസനത്തിലെ ഉടമ്പടിക്ക് അനുസൃതമായ ഒരു ജീവിതത്തിലേക്ക് ഞാൻ വരികയാണ്. പരിപൂർണമായിട്ടും ആ ഒരു തരത്തിലേക്ക് വന്നു. അവിടെ എന്താണോ പറയുന്നത് അവയെല്ലാം തന്നെ, നമ്മുടെ കൃപാസനം പത്രത്തിൻ്റെ വിതരണം, പിന്നെ സാധുക്കൾ രോഗികളെ പോയി കാണൽ, ഇങ്ങനെയുള്ള എല്ലാ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് പതുക്കെ പങ്കെടുക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ എടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ കൃപാസനത്തിൽ വെച്ച ഉടമ്പടിയുടെ തീവ്രത കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ തീവ്രത എന്താണെന്ന് അറിയാമോ? ഉടമ്പടി എന്ന വാക്കിന് അർത്ഥം എഗ്രിമെൻ്റ് എന്നാണ്. ഈ എഗ്രിമെൻ്റ് നമ്മളെല്ലാം നേരത്തെ തന്നെ ചെയ്യുന്നതാണ്. കാര്യം മാമോദിസ ലഭിച്ചപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 10 കൽപ്പനകളൊക്കെ നമ്മൾ പാലിക്കേണ്ടവരാണ്, അത് നമ്മൾ മനസ്സാ ചെയ്യേണ്ടതാണ്. പക്ഷേ പാപിയായ മനുഷ്യൻ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പാപത്തിലേക്ക് വീഴുകയും നമ്മൾ സ്വാഭാവികമായിട്ട് കുമ്പസാരിക്കുന്നു, വീണ്ടും പാപത്തിലേക്ക് പോകുന്നു, ഈ ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ അനുഭവം ഇതാണ്. ഇവിടെ എടുത്ത ഉടമ്പടി കൃപാസനത്തിൽ വെച്ചാണ് എടുത്തതെങ്കിലും ഞാൻ എടുത്തിരിക്കുന്നത് കർത്താവുമായിട്ടാണ്. കർത്താവുമായിട്ടുള്ള ഉടമ്പടി ഞാൻ പാലിക്കപ്പെടാൻ നിർബന്ധിതനാവുകയും അതിനനുസൃതമായി എൻ്റെ ജീവിതത്തെ നയിക്കുവാനും മാറ്റിയെടുക്കുവാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് വരാം. കൃപയാണ് എനിക്ക് കൂടുതലുണ്ടായത്. അനുഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഒന്നാണ്. അതിലൊന്ന്, എൻ്റെ